ബാറക്കമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴായിരിക്കാൻ സ്വർഗത്തിലെ നമുക്കൊരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട അബ്രാഹാം ഏതെല്ലാം രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടോ അതിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മളും അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വചനം പറയുന്നു, ഗലത്യലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം, അങ്ങനെ വിശ്വാസിയായ അബ്രാഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അബ്രാഹാം അനുഗ്രഹിക്കപ്പെട്ട ആ വഴിയിലൂടെ വ്യക്തിപരമായി നമുക്കും അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. അബ്രാഹാം അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു കാരണം കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ അബ്രാഹാം അനുഗ്രഹിക്കപ്പെടാനുള്ള മുഖാന്തരം അവിടെ വചനം പറയുന്നു, അബ്രാഹാം സകലത്തിലും ദശാംശം നൽകി. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 14-20 കർത്താവിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവന് അബ്രാഹാം സകലത്തിലും ദശാംശം കൊടുത്തു. പുരോഹിതനായ മൽക്കിസദേക്കിന് അബ്രാഹാം സകലത്തിലും ദശാംശം കൊടുക്കുന്നതായിട്ട് ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്. അബ്രാഹാം ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പഴയ നിയമത്തിലെ ഒരു സമ്പന്നനായ ധനികനായ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു ദാസനായിരുന്നു അബ്രാഹാം. ഈ അബ്രാഹാം ഇത്രമാത്രം സമ്പത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉടമയായിത്തീരാൻ ഒരു പ്രത്യേക കാരണം കർത്താവിന്റെ വചനം പറയുകയാണ്, അവൻ സകലത്തിലും ദശാംശം കൊടുത്തിരുന്നു. ദൈവം അബ്രാഹത്തെ വിളിച്ചപ്പോൾ അബ്രാഹാം സകലം ഉപേക്ഷിച്ച് ചർച്ചക്കാരെയും സ്വന്തക്കാരെയും ബന്ധക്കാരെയും എല്ലാം വിട്ട് പിതൃഭവനത്തെ വിട്ട് തന്നെ കാണിപ്പാൻ ഈ ദേശത്തേക്ക് ദൈവത്തെ അനുസരിച്ച് ദൈവത്തോടു കൂടെ യാത്ര ചെയ്ത, വിശ്വാസത്താൽ ദൈവത്തോടു കൂടെ യാത്ര ചെയ്ത അബ്രാഹാം ഇന്നൊരു വലിയ സമ്പന്നനായി മാറി. ഈ ഭാഗത്ത് തൻ്റെ ശത്രുക്കളെ നശിപ്പിച്ച് തൻ്റെ ദാസനായ തൻ്റെ സഹോദരനായ ലോത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനെ മുഴുവൻ തിരികെ പിടിച്ചിട്ട് ജയോത്സവത്തോടെ വരുമ്പോൾ ഇതാ മൽക്കിസദേക്ക് അബ്രാഹത്തെ അനുഗ്രഹിക്കുന്നൊരു ഭാഗമാണ്. ഈ അനുഗ്രഹം സ്വീകരിക്കുമ്പോൾ ഇവിടെ വചനം പറയുന്നു, അബ്രാഹാം തനിക്കുണ്ടായിരുന്ന സകലത്തിലും ദശാംശം നൽകുകയാണ്. ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദശാംശത്തെക്കുറിച്ച് ആദ്യമായി പറയുന്നൊരു ഭാഗമാണിത്. എന്താണ് ദശാംശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ടറിയാം, ദൈവം നമുക്ക് നൽകിയ എല്ലാറ്റിൻ്റെയും 10-1 ദൈവത്തിന് കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ മലാക്കി പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിമാതിലെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ ഞാൻ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിനെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തെ പരീക്ഷിക്കരുതെന്നുള്ള കർത്താവിന്റെ വചനമുണ്ട്, നിയമമുണ്ട്. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നെ പരീക്ഷിക്കണം. എങ്ങനെ? ദശാംശത്തിലും വഴിപാടിലും. അതായത് മനുഷ്യൻ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു മുഖാന്തരമാണ് ദശാംശം. ദൈവത്തിന് ദശാംശം കൊടുക്കണം. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ആർക്കൊക്കെ ദശാംശം കൊടുക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പരിശോധിക്കുമ്പോൾ ദൈവത്തിന് ദശാംശം കൊടുക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. ഇവിടെ വീണ്ടും കർത്താവിന്റെ വചനം പറയുന്നു, ലേവ്യ പുസ്തകം 27-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നു, നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു, അത് യഹോവയ്ക്ക് വിശുദ്ധമാണ്. അപ്പോൾ ദൈവത്തിന് ദശാംശം കൊടുക്കണമെന്ന് ദൈവമായ കർത്താവ് കൽപ്പിക്കുകയാണ്. ദൈവം ദാനമായി നൽകിയ എല്ലാറ്റിൻ്റെയും 10-1 ദൈവത്തിന് കൊടുക്കണം. വീണ്ടും സംഖ്യാപുസ്തകം 18-26 പറയുന്നു, നീ ലേവ്യരോട് പറയുന്നത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ പക്കൽ നിന്ന് ഞാൻ നിങ്ങളുടെ അവകാശമായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദശാംശം അവരോട് വാങ്ങുമ്പോൾ ദശാംശത്തിൻ്റെ 10-1 നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കണം. അപ്പോൾ ലേവ്യ പുരോഹിതന്മാരെ ദൈവമായ കർത്താവ് ഏൽപ്പിക്കുകയാണ്, ഇസ്രായേൽ മക്കളുടെ പക്കൽ നിന്ന്
അവകാശമായി ദശാംശം യഹോവയ്ക്ക് നൽകണം, അത് മേടിക്കണം, അത് യഹോവയ്ക്ക് കൊടുക്കണം എന്ന് ദൈവം കൽപ്പിക്കുക. അപ്പോൾ ഒന്നാമതായി നമ്മൾ ദൈവത്തിനാണ് ദശാംശം കൊടുക്കുന്നത്. എന്തിനാണ് ദൈവത്തിന് ദശാംശം കൊടുക്കുന്നത്? നമ്മൾ കണ്ടു, മലാക്കി പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ കണ്ടു. ദൈവം തൻ്റെ അനുഗ്രഹത്തിൻ്റെ കിളിവാതിനെ തുറന്ന് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു മുഖാന്തരമാണ് ദശാംശം കൊടുക്കുക. ദശാംശം എന്നാൽ 10-1. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിൻ്റെ 10-1 ദൈവത്തിന് കൊടുക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുക. ഇനി ദൈവത്തിന് എന്തിനാണ് പണം? ദൈവത്തിന് പണം ആവശ്യമുണ്ടോ? ഈ ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുന്നത് ആർക്കെല്ലാം കൊടുക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്? അതിനെക്കുറിച്ച് കർത്താവ് അതിനെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അധികമായി ദൈവം പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വേലക്കാർക്ക്, ദൈവത്തിൻ്റെ ശുശ്രൂഷകർക്ക്, പുരോഹിതന്മാർക്ക് ദശാംശം നൽകണമെന്ന് ദൈവം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ കർത്താവ് വചനം പറയുന്നു, ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് ഉദരച്ചാർപ്പണമായി അർപ്പിക്കുന്ന ദശാംശം ഞാൻ ലേവ്യർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവകാശം അരുത്. ലേവ്യർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. ദശാംശം ആദ്യകാലത്ത് ലേവ്യർക്കായിരുന്നു. എന്നാൽ പിന്നീട് കാണുന്നുണ്ട് ഈ ലേവ്യർ പോലും ദശാംശം നൽകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ലേവ്യർ ദശാംശം ആകുമ്പോൾ അഹരോന്യനായൊരു പുരോഹിതൻ ലേവ്യരുടെ കൂടെ ഉണ്ടായിരിക്കണം. ദശാംശത്തിൻ്റെ ദശാംശം ലേവ്യർ നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഭണ്ഡാരഗൃഹത്തിൻ്റെ അറകളിൽ കൊണ്ടു ചെല്ലണം. അതായത് ഇസ്രായേൽ മക്കളിൽ നിന്ന് ലേവ്യർ, പുരോഹിതന്മാർ, അതായത് ലേവ്യർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വേലക്കാരും പുരോഹിതന്മാരുമായിരിക്കുന്നവർ, കർത്താവിൻ്റെ ശുശ്രൂഷകരും കർത്താവിൻ്റെ പുരോഹിതന്മാരുമായിരിക്കുന്നവർ ദശാംശം വാങ്ങണമെന്ന് ദൈവം കൽപ്പിക്കുകയാണ്. എന്നിട്ട് മാത്രമല്ല, ഈ ലേവ്യ പുരോഹിതന്മാരോട് പറയുകയാണ്, ലേവ്യ ശുശ്രൂഷകരോട് പറയുകയാണ്, ലേവ്യരും എന്ത് ചെയ്യണം? ഈ ദശാംശം കൊടുക്കണം. ദശാംശം മേടിക്കുന്ന ദൈവാലയത്തിൻ്റെ ശുശ്രൂഷകരും ദശാംശം മേടിക്കുന്ന പുരോഹിതന്മാരും ദശാംശം കൊടുക്കണമെന്ന് ദൈവമായ കർത്താവ് കൽപ്പിക്കുക. അപ്പോൾ ജനങ്ങൾ ദശാംശം കൊടുക്കണം. ഈ ദശാംശം മേടിക്കുന്ന പുരോഹിതൻ എന്ത് ചെയ്യണം? അതിന് ദശാംശം ദൈവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ അറകളിൽ കൊണ്ട് ചെല്ലണമെന്ന് ദൈവമായ കർത്താവ് കൽപ്പിക്കുക. ഇവിടെ അബ്രാഹാം ദശാംശം നൽകിയത് ആർക്കാണ് നമുക്ക് വ്യക്തമായിട്ട് പരിശോധിക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കർത്താവ് വചനം പറയുന്നുണ്ട്, അവൻ്റെ പിതാവിനെ മൽക്കിസദേക്ക് എതിരേറ്റപ്പോൾ ലേവി അവൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നല്ലോ. ഇവിടെ അബ്രാഹാം മൽക്കിസദേക്കിന് ദശാംശം കൊടുക്കുകയാണ്. അതിനെക്കുറിച്ച് അതിൻ്റെ ആദ്യ വാക്യത്തിൽ എബ്രായ ലേഖനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവ് വചനം പറയുന്നുണ്ട്, ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മൽക്കിസദേക്ക് രാജാക്കന്മാരെ ജയിച്ചു. മടങ്ങി വരുന്ന അബ്രാഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രാഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവെന്ന് വെച്ചാൽ സമാധാന രാജാവെന്നും അർത്ഥം. ഇവിടെ ദശാംശം കൊടുക്കുന്ന ഒരു വ്യക്തി ആർക്കാണ് ദശാംശം കൊടുക്കുന്നതെന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്, പുരോഹിതനാണ്. വീണ്ടും ആവർത്തന പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം, പുരോഹിതന്മാർക്ക് മാത്രമല്ല ദശാംശം കൊടുക്കാൻ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്ന ലേവ്യ കർത്താവിൻ്റെ ശുശ്രൂഷകർക്ക്, ദേവാലയ ശുശ്രൂഷകർക്ക്, പുരോഹിതന്മാർക്ക് മാത്രമല്ല അനാഥർക്കും വിധവയ്ക്കും ദശാംശം നൽകണമെന്ന് ദൈവമായ കർത്താവ് കൽപ്പിക്കുകയാണ്. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 28-29 വാക്കിൽ പറയുന്നു, 3 ആണ്ട് കൂടുമ്പോൾ 3-ാം സംവത്സരത്തിൽ നിനക്കുള്ള വിളവിൻ്റെ ദശാംശമൊക്കെയും വേർതിരിച്ച് നിന്റെ പട്ടണത്തിൽ സംഗ്രഹിക്കണം. നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടുകൂടെ ഓഹരിയും അവകാശമില്ലാത്ത ലേവിനും നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശിയും അനാഥനും വിധവയും വന്ന് തിന്ന് തൃപ്തരാകണം. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്തിൻ്റെ, വരുമാനത്തിൻ്റെ 10-1 അത് ദൈവത്തിൻ്റെ ശുശ്രൂഷകർക്ക് മാത്രമല്ല വിധവകൾക്കും പരദേശിക്കും അനാഥന്മാർക്കും വിധവകൾക്കും ദാനമായി നൽകണമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുക. വീണ്ടും കർത്താവ് വചനം പറയുന്നുണ്ട്, ആവർത്തന പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യത്തിൽ പറയുന്നു,
ദശാംശം എടുക്കുന്ന കാലമായ 3-ാം സംവത്സരത്തിൽ നിന്റെ അനുഭവത്തിലൊക്കെയും ദശാംശമെടുത്ത് ലേവ്യനും പരദേശിയും അനാഥനും വിധവയും നിന്റെ പട്ടണത്തിൽ വെച്ച് തൃപ്തിയാമണ്ണം തിന്മാൻ കൊടുത്തു തീർന്ന ശേഷം നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പറയേണ്ടത് എന്തെന്നാൽ, നീ എന്നോട് കൽപ്പിച്ചിരുന്ന വചനപ്രകാരമൊക്കെയും ഞാൻ വിശുദ്ധമായത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുത്തിരിക്കുന്നു. ഞാൻ നിന്റെ കൽപ്പന ലംഘിക്കുകയോ മറന്നുകയോ ചെയ്തിട്ടില്ല എന്ന് ദൈവ തിരുമുമ്പാകെ ബലിപീഠത്തിൻ്റെ മുമ്പാകെ ഏറ്റുപറയണമെന്ന് ദൈവമായ കർത്താവ് കൽപ്പിക്കുക. അപ്പോൾ കൊടുത്താൽ പോരാ, കൊടുത്തു എന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കണം, പറയണം. അപ്പോൾ അനാഥർക്കും വിധവകൾക്കും അതുപോലെ തന്നെ പരദേശിയായിരുന്നവർക്കും നീ സമൃദ്ധമായി നിന്റെ ദശാംശത്തിൽ നിന്ന് തിന്നാൻ കൊടുക്കണമെന്ന് ദൈവമായ കർത്താവ് കൽപ്പിക്കുക. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ പുരോഹിതന്മാർക്ക്, ദൈവാലയ ശുശ്രൂഷകർക്ക്, ദൈവത്തിൻ്റെ വേലക്കാർക്ക് മാത്രമല്ല, പരദേശികൾക്കും അനാഥർക്കും വിധവകൾക്കും മാത്രമല്ല, വീണ്ടും കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിന്റെ ദശാംശത്തിൻ്റെ ഒരു പങ്ക് ദരിദ്രന്മാർക്ക് കൊടുക്കണം. മറ്റൊരു വ്യക്തിയുടെ സഹായം കൂടാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വ്യക്തിയാണ് ദരിദ്രന്മാർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. അവർക്ക് നീ ദാനമായി കൊടുക്കണം. ആവർത്തന പുസ്തകം 15-ാം അധ്യായം 7-8 വാക്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്റെ ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരൻ്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും നിന്റെ കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം. ഇവിടെ ദൈവമായ കർത്താവ് പറയാണ്, ദരിദ്രനായ നിന്റെ സഹോദരൻ്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കരുത്. അതായത് പാവപ്പെട്ടവരെ, ദരിദ്രരായവരെ നമ്മുടെ കൺമുന്നിൽ കണ്ടാൽ നമ്മൾ ദാനം ചെയ്യണമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്. വീണ്ടും കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, സങ്കീർത്തന പുസ്തകം 41-1 മുതൽ വാക്യങ്ങൾ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ എന്ന വാക്കിൻ്റെ അർത്ഥം അനുഗ്രഹിക്കപ്പെട്ടവൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ദൈവമായ കർത്താവിനെ കാത്ത് ജീവനോട് പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശയിൽ താങ്ങും. ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. അതായത് കർത്താവിൻ്റെ വചനം പറയുകയാണ്, ദശാംശം കൊടുക്കുന്നൊരു മനുഷ്യൻ ഒരിക്കലും ഹോസ്പിറ്റലിൽ, ആശുപത്രിയിൽ കയറി ഇറങ്ങില്ല. രോഗിയെ കിടക്കാൻ ദൈവം അനുവദിക്കില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പരിശോധിക്കുക. നമ്മൾ ദൈവം ദാനമായി നൽകിയ സമ്പത്ത് മുഴുവൻ ദൂർത്തടിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി, ആഡംബരത്തിന് വേണ്ടി ദൂർത്തടിക്കുന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ പണം നഷ്ടപ്പെട്ടു പോകാൻ കാരണം രോഗങ്ങളും ദുരിതങ്ങളുമാണ്. ഇവിടെ കർത്താവിന്റെ വചനം പറയുകയാണ്, എളിയവനെ ആദരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവനൊരിക്കലും അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കില്ല. ദൈവം അവൻ്റെ സമ്പത്തിന് കാവൽക്കാരനായിരിക്കും. വചനം പറയുകയാണ്, യഹോവ അവനെ കാത്ത് ജീവനോടെ പരിപാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും, അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. വീണ്ടും പറയുകയാണ്, അവനെ രോഗശയിൽ താങ്ങും. അതായത് രോഗം വരാതെ ദൈവം താങ്ങും. ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ പണം ചെലവഴിക്കുന്നത് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ പരിശോധിക്കുക, പാവപ്പെട്ടവർക്ക്, ദരിദ്രരായവർക്ക് ദശാംശം മാറ്റിവെച്ച് പങ്കുവെച്ച് കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ ആശുപത്രി കയറിയിറങ്ങി രോഗിയായി രോഗക്കിടക്കിൽ കിടക്കാൻ ദൈവം അനുവദിക്കില്ല. ഇവിടെ കർത്താവിന്റെ വചനം പറയാണ്, രോഗത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. അപ്പോൾ പാവപ്പെട്ടവർക്ക് പങ്കുവെക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നമുക്ക് ദാനമായ സമ്പത്തിൻ്റെ ഒരു വിഹിതം ദശാംശമായി പാവപ്പെട്ടവർക്ക് പങ്കുവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇതൊരു പരീക്ഷണമാണ്. ദൈവമായ കർത്താവ് പറയാൻ, നിങ്ങൾ എന്നെ ഈ കാര്യത്തിൽ പരീക്ഷിക്കുക. ഇന്നു മുതൽ ദൈവം ദാനമായി നൽകിയ സമ്പത്ത് അതിൻ്റെ ദശാംശം എഴുതി വെച്ചിട്ട് പാവപ്പെട്ടവർക്ക്, ദരിദ്രർക്ക്, അനാഥർക്ക്, പരദേശികൾക്ക്, കർത്താവിൻ്റെ വേലക്കാർക്ക്, സുവിശേഷകർക്ക് പങ്കുവയ്ക്കാൻ തുടങ്ങിയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യാണ്, നീ ഒരു ഭാഗ്യവാനായിരിക്കും, അനുഗ്രഹിക്കപ്പെട്ടവനായി മാറും. നിന്റെ തലമുറ അത് മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷി നൽകുക. വീണ്ടും ദശാംശം പങ്കുവെക്കേണ്ട മറ്റൊരു വ്യക്തികളാണ് വൈകല്യമുള്ളവർ. വചനം പരിശോധിക്കുമ്പോൾ
ലൂക്കോസിന്റെ രക്ഷാസുവിശേഷം 14-ാം അധ്യായം 13-14 വാക്യങ്ങൾ കർത്താവിന്റെ വചനം പറയുന്നു, നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക. എന്നാൽ നീ ഭാഗ്യവാനാകും, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരമുണ്ടാകും. അതായത് ഇന്ന് നീ ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അല്ലെങ്കിൽ ന്യായാധിപ സഭയുടെ മുന്നിൽ, കർത്താവിൻ്റെ നീതിപീഠത്തിൻ്റെ മുന്നിൽ നമുക്ക് പ്രത്യുപകാരം ലഭിക്കുമെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. അതായത് ഇവിടെ നമ്മൾ ദരിദ്രന്മാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, അംഗഹീനന്മാർ, വൈകല്യമുള്ളവർ, മുടന്തന്മാർ, കുരുടന്മാർ, ഇങ്ങനെയുള്ളവരെ ക്ഷണിക്കണം, അവരെ ശുശ്രൂഷിക്കണം, അവരെ സഹായിക്കണം, അവർക്ക് ദശാംശം നൽകണമെന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. ഒരുപക്ഷെ ഇന്ന് അംഗവൈകല്യമുള്ളവരെ, മുടന്തന്മാർ, കുരുടന്മാരെ നമ്മൾ ക്ഷണിച്ചാൽ നമ്മുടെ വീട്ടിൽ വരുമോ, അവർ നമ്മൾ കൊടുക്കുന്നത് കഴിക്കുമോ എന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർ ശുശ്രൂഷിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. വൈകല്യമുള്ളവരെ, മാനസിക വൈകല്യമുള്ളവരെ, ബുദ്ധിമാന്ദ്യമുള്ളവരെ, അതുപോലെ തന്നെ കണ്ണിന് കാഴ്ചയില്ലാത്തവർ, സംസാരശേഷിയില്ലാത്തവർ, നടക്കാൻ വൈകല്യമുള്ളവർ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ, ഭിക്ഷാടകരായിരിക്കുന്നവർ, ഇങ്ങനെയുള്ളവരുടെ നമ്മൾ അവരെ സ്നേഹിക്കണം, കർത്താവിൻ്റെ നാമത്തിൽ അവരെ ശുശ്രൂഷിക്കണം, അവരെ സഹായിക്കണം. ദൈവം പറയാണ്, നിന്റെ ദശാംശം പങ്കുവയ്ക്കണം. വീണ്ടും കർത്താവിൻ്റെ വചനം പറയുകയാണ്, ബാറിസ്തരുടെ പുസ്തകം 3-ാം അധ്യായം 33-ാം വാക്യത്തിൽ പറയുന്നു, ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്ന പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. അതായത് കത്തി ജ്വലിക്കുന്ന തീയിലേക്ക് വെള്ളം ഒഴിക്കുന്ന പോലെയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ സകല പാപങ്ങൾക്ക് നിന്നും മോചനം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ദാനം ചെയ്യുക. വചനം പറയുന്നു, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാനാണ്. അനർത്ഥ ദിവസത്തിൽ ദൈവം അവനും അനുഗ്രഹിക്കും, അവൻ്റെ രോഗം മാറും. അതുമാത്രമല്ല, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വചനം പറയാണ്, ജലം ജ്വലിക്കുന്ന അഗ്നി കെടുത്തുന്ന പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. വചനം പരിശോധിക്കുമ്പോൾ പ്രധാന വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ലൂക്കോസിന്റെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലുക്കി കവിയുന്ന നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. ഏത് അളവ് പോലും കൊണ്ടാണ് നമ്മൾ അളക്കുന്നത്? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ദാനമായി നൽകിയതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു എന്ന് കർത്താവിന്റെ വചനം പറയുക. അപ്പോൾ ദാനം ചെയ്യാൻ മനസ്സില്ലാത്ത വ്യക്തി ഒരു അഹങ്കാരിയാണ്. എൻ്റെ സമ്പത്ത് ഞാൻ അധ്വാനിച്ചു, ഞാൻ ഉണ്ടാക്കി, അതെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇങ്ങനെയുള്ളവർ വിളിക്കുന്ന പേരാണ് അഹങ്കാരികൾ. കർത്താവിന്റെ വചനം പറയാണ്, ദാനമായി നിനക്ക് ലഭിച്ചല്ല, നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ നീ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? അബ്രാഹാത്തിൻ്റെ ജീവിതത്തിൽ നാം പഠിക്കേണ്ടത്, അബ്രഹാം ഒരിക്കലും സമ്പന്നനായിരുന്നില്ല. ദൈവം വിളിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ച്, എല്ലാം വിട്ടെറിഞ്ഞ്, ദൈവസ്വരം കേട്ട് ദൈവത്തെ അനുസരിച്ച് ഇറങ്ങിത്തിരിച്ച് അബ്രഹാം ആരായി മാറി? വലിയൊരു സമ്പന്നനായി മാറി. ഈ അബ്രഹാം സമ്പന്നനായി മാറാൻ ഒരു കാരണം, കൊടുക്കാൻ തുടങ്ങി. ആദ്യം പുരോഹിതന് കൊടുക്കാൻ തുടങ്ങി, അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി. അവൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി, സമ്പന്നനായി മാറി. അതായത് അബ്രാഹത്തിൻ്റെ സമ്പന്നതയുടെ ഒരു കാരണം, ഒരു മൂലകാരണം, സകലത്തിലും ദശാംശം കൊടുത്തിരുന്നു. ഇവിടെ വചനം പറയുകയാണ്, നിങ്ങൾ കൊടുപ്പിൻ, നിങ്ങൾ കൊടുപ്പിൻ. അബ്രഹാം കൊടുത്തുപോലെ നിങ്ങൾ കൊടുക്കുന്നത് ഒരിക്കലും നഷ്ടമില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. കൊടുത്താൽ നിങ്ങൾക്ക് ലാഭമാണ്. നിങ്ങൾ കൊടുപ്പിൻ എന്നാൽ നിങ്ങൾ കിട്ടും. എങ്ങനെ കിട്ടുമെന്ന് വചനം പറയുന്നത്, അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. ഒത്തിരി വ്യക്തികളുടെ ജീവിതത്തിൽ തകർന്ന അവസ്ഥയിൽ ധ്യാനം കൂടാനായിട്ട് കടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലക്ഷങ്ങൾ, കോടികൾ കടബാധ്യത, ഒരു ബാങ്കിനോ ഒരു വ്യക്തിക്കോ ആർക്കും സഹായിക്കാൻ കഴിയാത്ത കോടിക്കണക്കിന് കടബാധ്യതയുമായിട്ട് ധ്യാനം കൂടാൻ വന്നിരിക്കുന്ന, ആത്മഹത്യയുടെ വക്കിൽ ധ്യാനം കൂടാൻ വന്നിരിക്കുന്ന ഒത്തിരി വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ധ്യാനം കഴിയുമ്പോൾ ഒരു തീരുമാനം എടുക്കും, ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് എന്ത് കിട്ടിയാലും അതിൻ്റെ ദശാംശം കർത്താവിൻ്റെ വേലയ്ക്കായി, പാവപ്പെട്ടവർക്കായി പങ്കുവെക്കുമെന്ന് തീരുമാനമെടുത്ത് അവർ ധ്യാനത്തിൽ മടങ്ങി പോകുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യക്തിക്കോ ഒരു ബാങ്കിനോ സഹായിക്കാൻ കഴിയാത്ത വലിയ ബാധ്യതയിൽ നിന്ന്
കർത്താവ് അത്ഭുതകരമായി, ആത്മഹത്യയുടെ വക്കിൽ നിന്ന് അത്ഭുതകരമായി ദൈവം അവരെ വിടുവിച്ച് അവരുടെ തലമുറയും സമ്പന്നരാക്കി മാറ്റുന്ന അനുഭവം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ആ വീട്ടിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീട്ടിലെ കുടുംബനാഥ ബോധം കിട്ടി നിലത്ത് വീണു. അപ്പോൾ ആ സഹോദരൻ മുഖത്ത് വെള്ളമെല്ലാം തെളിച്ച് എഴുന്നേൽപ്പിച്ച് ചോദിച്ചു, സഹോദരി എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പോൾ സഹോദരി പറയുകയാണ്, ഇന്നലെ രാത്രി ഞാനും എൻ്റെ ജീവിത പങ്കാളിയും 3 പെൺമക്കളും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, 2 ലക്ഷം രൂപ കടബാധ്യതയുണ്ട്. 2 ലക്ഷം രൂപ കടബാധ്യതയുള്ള ആ കുടുംബം ആത്മഹത്യയുടെ വക്കീലാണ്. കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുത്ത് ഒരുങ്ങിയിരിക്കുക. തലേദിവസം രാത്രി ആ വീട്ടിലിരുന്ന് ആ അപ്പനോടും അമ്മയോടും മക്കളോടും ദൈവസ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച്, സമ്പന്നനാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെക്കുറിച്ച് 1 മണിക്കൂറോളം അവരോട് പറയാൻ തുടങ്ങി. ഇതെല്ലാം കേട്ടപ്പോൾ അവർ മരിക്കണമെന്നുള്ള തീരുമാനം മാറ്റി. അവരോട് പറഞ്ഞു, എല്ലാറ്റിനും നിങ്ങൾ നന്ദി പറയണം, എന്ത് കിട്ടിയാലും ദശാംശം കൊടുക്കണം. ഈ 2 കാര്യം അവരുടെ ഹൃദയത്തിൽ കൊടുത്തു. എന്ത് കിട്ടിയാലും, എന്ത് സംഭവിച്ചാലും, ലാഭമായാലും നഷ്ടമായാലും ദൈവത്തിന് നന്ദി പറയണം. ദോഷമായാലും അനുഗ്രഹമായാലും ദൈവത്തിന് നന്ദി പറയണം. എല്ലാറ്റിനും ദൈവത്തിന് മഹത്വം കൊടുക്കണം, നന്ദി പറയണം. ഒന്നാമത് ചെയ്യേണ്ട എല്ലാറ്റിനും നന്ദി പറയണം. രണ്ടാമത് നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും അതിൻ്റെ ദശാംശം എഴുതി വെച്ച് ഒരു ബുക്കിൽ എഴുതി വെച്ച് കൊടുക്കാൻ പറഞ്ഞു. 2 ലക്ഷം രൂപ ബാധ്യതയിൽ ആത്മഹത്യയുടെ വക്കിലിരുന്ന ആ കുടുംബം ഈ പറഞ്ഞ കാര്യം അനുസരിക്കാൻ തുടങ്ങി. അനുസരിച്ചതിലൂടെ അവർ എന്ത് കിട്ടിയാലും ഇല്ലായ്മയിൽ, അവരുടെ ബാധ്യതയിൽ, കടബാധ്യതയിൽ അവരെന്ത് കിട്ടിയാലും ദശാംശം കൊടുക്കാൻ തുടങ്ങി. എഴുതി വെച്ച്, എന്ത് കിട്ടിയാലും അത് എഴുതി വെച്ച് അതിന് ദശാംശം കൊടുക്കാൻ തുടങ്ങി. അന്ന് മുതൽ ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. മക്കളെല്ലാം ഇന്ന് സമ്പന്നരായി മാറി. അവർക്ക് ഒരു വീടിൻ്റെ സ്ഥാനത്ത് 2 വീട്, ഒരു വാഹനമില്ലാത്തവർക്ക് 2-3 വാഹനമായി. ആ 2 ലക്ഷം രൂപ ബാധ്യതയായി കുടുംബമായി ആത്മഹത്യ ചെയ്യാനിരുന്ന ആ കുടുംബം ഇന്ന് അവരും അവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടു. ഇതൊരു കുടുംബത്തിൻ്റെ കാര്യം മാത്രമല്ല, ഇന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ നിന്ന്, സാമ്പത്തികമായി തകർച്ചയുടെ വക്കിൽ നിന്ന് ഈ ഭൂമിയിൽ ദശാംശം നൽകിയപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഗ്രഹിക്കപ്പെട്ടു. അതുമാത്രമല്ല, ഒരു വ്യക്തി ദശാംശം നൽകുമ്പോൾ ഈ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗത്തിൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം പറയുന്നു, രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. വലതുഭാഗത്തുള്ളവരെ ന്യായവിധിയുടെ സമയത്ത് വലതുഭാഗത്തുള്ളവരെ ദൈവം വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വരമാണത്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം, അത് സ്വർഗമാണ്, നിത്യജീവനാണ്, അത് അവകാശമാക്കിക്കൊള്ളുവിൻ. അപ്പോൾ സ്വർഗരാജ്യം അവകാശമാക്കാൻ അവർ ചെയ്ത നന്മ പ്രവൃത്തി എന്താണ്? അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. അതിന് നീതിമാന്മാർ അവനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോഴും നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ട് കുടിപ്പാൻ തരികയോ ചെയ്തു. അപ്പോൾ കർത്താവ് പറയുന്ന മറുപടി ഇതാണ്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തതെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളിച്ചു. ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടവരായ നിങ്ങളെ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങളെനിക്ക് വിശന്നപ്പോൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചപ്പോൾ കുടിക്കാൻ തന്നു, നഗ്നനായിരുന്നപ്പോൾ നിങ്ങൾ ഉടുപ്പിച്ചു, രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ കാണാൻ വന്നു. യേശു പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്ത് എനിക്കാണ് ചെയ്തത്. കഴിഞ്ഞകാല ജീവിതത്തിൽ ബലഹീനരായ, അംഗവൈകല്യമുള്ള, ദരിദ്രരായ, പരദേശികളായ, അനാഥരായ, കർത്താവിൻ്റെ വേലക്കാരായ, ശുശ്രൂഷകരായ, ദൈവദാസന്മാരായ വ്യക്തികൾക്ക് നിങ്ങൾ കൊടുത്തതെല്ലാം യേശു പറയുക, നിങ്ങൾ എനിക്കാണ് ചെയ്തത്. ഈ ചെറിയവരും നിങ്ങൾ ചെയ്ത് എനിക്കാണ് ചെയ്തത്. അത് മുഖാന്തരം ഇതാ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം
സ്വർഗരാജ്യം നിത്യജീവൻ പ്രാപിക്കുവിനെന്ന് ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുക. അതായത് നിത്യജീവൻ പ്രാപിക്കാൻ അനേകം മുഖാന്തരങ്ങൾ, ഒരു മുഖാന്തരമാണ് നാം ദാനം ചെയ്യുന്നത്, പങ്കുവയ്ക്കുന്നത്. ദൈവം നമുക്ക് നൽകിയ സമ്പത്തിൻ്റെ 10-1 പങ്കുവയ്ക്കുവാൻ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, അരുളിച്ചെയ്യുന്നു. അബ്രഹാം സകലത്തിലും ദശാംശം നൽകി അബ്രഹാം ഒരു അനുഗ്രഹമായി മാറിയെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുക. കർത്താവ് ഇന്ന് മുതൽ എന്ത് കിട്ടിയാലും അതിൻ്റെ 10-1 ഞാൻ എഴുതി വയ്ക്കും. എന്നിട്ട് ദൈവവചനമനുസരിച്ച് ഞാൻ ദാനം ചെയ്യും. ഞാൻ ദൈവത്തിൻ്റെ വേലക്കാർക്ക്, പുരോഹിതന്മാർക്ക്, കർത്താവിൻ്റെ ശുശ്രൂഷകർക്ക്, കർത്താവിൻ്റെ ആലയത്തിൽ വേല ചെയ്യുന്നവർക്ക്, കർത്താവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് ഞാൻ ഒരു വിഹിതം കൊടുക്കും. ഞാൻ പരദേശികൾക്ക്, പാവപ്പെട്ടവർക്ക്, അനാഥർക്ക് അതുപോലെ തന്നെ ഞാൻ പങ്കുവയ്ക്കും. അതുപോലെ ദാരിദ്ര്യത്വം അനുഭവിക്കുന്ന, ഭിക്ഷാടകരായിരിക്കുന്ന, മറ്റു വ്യക്തിയുടെ സഹായം കൂടാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഞാൻ പങ്കുവയ്ക്കും. അതുമാത്രമല്ല, വൈകല്യമുള്ളവർക്ക്, മാനസിക വൈകല്യമുള്ളവർക്ക്, ശാരീരികമായ വൈകല്യമുള്ളവർക്ക് ഞാൻ പങ്കുവയ്ക്കും. കർത്താവിൻ്റെ വചനം പറയുന്നു, ഈ ചെറിയവരിൽ നിങ്ങൾ ഒരുവന് ചെയ്യുന്ന എനിക്കാണ് ചെയ്തത്. ഇത്രയും നാളും അനുഗ്രഹം പ്രാപിക്കാതെ, ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാതെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ദാരിദ്ര്യം അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവം നമുക്കൊരുക്കിയിരുന്ന ദശാംശമെന്ന ആ കൽപ്പന അനുസരിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഇന്ന് കേട്ട വചനപ്രകാരം ജീവിതത്തിലെ തീരുമാനത്തിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, കണ്ണടയ്ക്കാൻ, പ്രാർത്ഥിക്കാം. ബാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു, അബ്രഹാം ഒരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കേട്ടു. കർത്താവ്, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിൽ ദശാംശം നൽകണമെന്ന്, അത് മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കണമെന്ന് ഞങ്ങളുടെ വ്യക്തിപരമായി സംസാരിച്ചല്ലോ. ഇന്ന് കേട്ട വചനപ്രകാരം ദാരിദ്ര്യം അനുഭവിക്കുന്ന, കർത്താവെ ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ദൈവം നൽകുന്ന സമ്പത്തിൻ്റെ ഒരു വിഹിതം 10-1 കർത്താവിൻ്റെ വേലയ്ക്കായി, സുവിശേഷ വേലയ്ക്കായി, പാവപ്പെട്ടവർക്കായി, അനാഥർക്കായി, വിധവകൾക്കായി, ആരുമില്ലാത്തവർക്കായി, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കായി, വൈകല്യമുള്ളവർക്കായി പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് മുഖാന്തരം സഹായിക്കണം. അത് മുഖാന്തരം തലമുറകൾക്ക് അനുഗ്രഹമായി തീരുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണം. ഈ കേട്ട വചനപ്രകാരം എല്ലാ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വം പിതാവിടുന്ന് മാത്രം എടുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. But